റെഡിയാണല്ലേ? ഞങ്ങൾ വേറെ സംസാരിച്ച പോരെ? നിങ്ങൾ പിന്നെ കട്ടിയെടുത്തോളൂ. എന്റെ പൊന്നോ, ഇനി എന്തെങ്കിലും ഇത് പറ. ഈ കല്യാണത്തിന് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നത് അല്ലേ? ഞാൻ സിഗ്മയാണ്, ഞാൻ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് ആണ്, എനിക്ക് റൊമാൻസ് ഇല്ല, കല്യാണം കഴിക്കത്തില്ല, നിശ്ചയം കണ്ട് വിഷ്ണുവിനെ കണ്ട പിന്നെ അങ്ങോട്ട് വീണായി. പിന്നെന്താ അല്ലേ? വെറും പൂക്കിയായിട്ട് മാറി അവള്. സിഗ്മയിൽ നമ്മൾ പൂക്കിയായി മാറി. ഹായ് ഗായത്രി ആൻഡ് വിഷ്ണു. ആക്ച്വലി ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഞങ്ങളുടെ എല്ലാം മണിക്കുട്ടി, ഗായത്രി ഒഫീഷ്യൽ നെയിമാണ്, ഞങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്ന മണിക്കുട്ടി. ആ പേര് പോലെ തന്നെ ഒരു മണിക്കുട്ടി തന്നെയാണ് അവൾ ഞങ്ങളുടെ വീട്ടിൽ. ഗായത്രിയാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാം. അതായത് ഒരു പ്രോഗ്രാം വന്നാലും അത് കോർഡിനേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സിനെ എല്ലാം ഒരാളെപ്പോലും വിടാതെ ഓർത്ത് എല്ലാവരുടെ ബർത്ത്ഡേ വിഷ് ചെയ്യാനും എല്ലാം ഗായത്രി മുന്നിൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ അവളെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് അവളെ മിസ് ചെയ്യുകയാണ്. പക്ഷേ ഞങ്ങൾ ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. കാരണം ഗായത്രി അതുപോലെ ഒരു കയ്യിലാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. വിഷ്ണു, ഞാനെന്നല്ല, ഞങ്ങളുടെ ഫാമിലി മുഴുവൻ വിഷ്ണുവിനെ കിട്ടിയതിൽ വളരെ എന്താ പറയണ്ടേ? ഓ തെറ്റി, കട്ട് ഒന്ന് കട്ട്. കിണ്ണ കിട്ട തക്ക താക്കി കിണ്ണ കിട്ട തക്ക തക്ക് കിണ്ണ കിട്ട തക്ക താക്കി കിണ്ണ കിട്ട തക്ക തക്ക് കിണ്ണ കിട്ട തക്ക താക്കി കിണ്ണ കിട്ട തക്ക തക്ക് കിണ്ണ കിട്ട തക്ക താക്കി കിണ്ണ കിട്ട തക്ക തക്ക്. Dime cuánto tengo que pagarte pa' que me lo Dile a tu amiga que yo tengo un bate pa' que me lo Cuando me mueve se taca taca Bebe, aparataje. കുഞ്ഞിലേ മുതൽ ഹയർ സ്റ്റഡീസ്, ദാറ്റ് മീൻസ് MBAക്ക് പോകുന്നവരെ ഞാനും മോളും ഒരു ഫ്രണ്ടിനെ പോലെ പറഞ്ഞാൽ ഞങ്ങൾ കിടക്കുന്നത്, ഇരിക്കുന്നത്, കഴിക്കുന്നത്, ഷെയർ ചെയ്യുന്നതെല്ലാം ഒരുമിച്ചായിരുന്നു. കുറേ നാൾ വരെ ആ ഒരു ഗ്യാപ്പ് മീൻസ് അവൾക്കും ആ ഒരു ഫീലിങ്സ് ഭയങ്കരമായിരുന്നു, എനിക്കും. അങ്ങനെയായി പതുക്കെ ഞങ്ങൾ ശീലിച്ചു തുടങ്ങി. ഇച്ചിരി ഒരു സെപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഏത് രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന്. അതിന് ശേഷം അവൾക്ക് ജോലിയായി കഴിഞ്ഞപ്പോഴും ഇതുപോലെ പിന്നെ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു നല്ലൊരു ലൈഫ് പാർട്ട്ണറിന്. അപ്പോൾ ഈ ഒരു പ്രപ്പോസൽ വന്നപ്പോഴും ആദ്യം പറഞ്ഞു ഇപ്പം വേണം അമ്മ, വേണ്ട ഇപ്പം എനിക്ക്. ഞാൻ പറഞ്ഞില്ല, ഒന്ന് സംസാരിക്കൂ, നിങ്ങളൊന്ന് സംസാരിച്ചാൽ നിനക്ക് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ എനിക്ക് ഇപ്പം അത്ഭുതമായിട്ട് തോന്നുന്നു എങ്ങനെ അവർ പെട്ടെന്ന് ഇണങ്ങിയതും ഇഷ്ടപ്പെട്ടതും. പിന്നെ ഇപ്പം പണ്ട് റൊമാൻസ് ഇഷ്ടപ്പെടാത്ത ആൾ ഇപ്പം ഞാൻ നോക്കുമ്പോഴൊക്കെ എപ്പോഴെല്ലാം അവർ മീൻസ് എൻഗേജ്മെൻറ്റിനെ കാണുമ്പോഴും ഇപ്പോഴും കല്യാണത്തിന് കാണുമ്പോഴും ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഇഷ്ടം, തമ്മിലുള്ള ആ ഒരു ഇഷ്ടം. അതുപോലെ എനിക്ക് എൻ്റെ മോൾക്ക് പറ്റിയൊരു ഹസ്ബൻഡായിട്ട് തന്നെയാണ് വിഷ്ണുവിനെ ഞാൻ കിട്ടിയത്.
നല്ല ഒരു കുടുംബം, നല്ലൊരു കുടുംബിനിയായി മനോഹരമായൊരു ജീവിതം നയിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് അഭിപ്രായങ്ങളുണ്ടാവാം. ആ അഭിപ്രായം ഉണ്ടായാൽ തന്നെയും അതിന് നല്ലൊരു സൊല്യൂഷൻ എടുത്ത് നല്ലൊരു തീരുമാനം എടുത്തിട്ട് ജീവിതം നല്ല സുന്ദരമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഗായത്രിക്കും വിഷ്ണുവിനും ഒരു സവാരി ഗിരിഗിരി ലൈഫ് ആശംസിക്കുന്നു. The place we wanna be, feeling young, wild and free. Open the curtain, lights on, let's go. Come start a fire, let's make it glow. Time to get local tonight is a night. Let's blow it up like a fireball ignite. Shake it down low, take it apart. Now is the time and the place.